കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ KSU നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. SFI യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ഇതിൽ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ഒന്നാം പ്രതി. KSU നേതാക്കളായ ആദിത്യനെയും ഗോകുലിനെയും മർദ്ദിച്ച കേസിൽ കണ്ടാലറിയാവുന്ന 4 SFI പ്രവർത്തകരാണ് പ്രതികൾ. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, വലിയ തരത്തിൽ പ്രത്യാരോപണങ്ങൾ ഇതിൽ KSUവും SFIയും നടത്തിയിരുന്നു. വീഡിയോകളൊക്കെ പുറത്തു വിട്ടിരുന്നു. ഇപ്പോൾ ഏത് രീതിയിലാണ് ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്? ഇരുവിഭാഗത്തിന്റെയും പരാതിയിൽ മാള കൊരട്ടി പോലീസുകളാണ് കേസെടുത്തിട്ടുള്ളത്. SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ KSU നേതാക്കളെ പ്രതികളാക്കിയും നേരെ തിരിച്ച് SFI KSU പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ SFI നേതാക്കളെ പ്രതികളാക്കിയുമാണ് കേസെടുത്തിട്ടുള്ളത്. SFI യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണനെ ആയുധം ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസിലാണ് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ള 10ഓളം ആളുകൾക്കെതിരെ 14 ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആശിഷ് കൃഷ്ണനെ ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ച കേസിൽ ഗോകുൽ ഗുരുവായൂരാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ് ഒന്നാം പ്രതി. KSU നേതാക്കളായ അശ്വിൻ, ആദിത്യൻ, അക്ഷയ് തുടങ്ങിയവരോടൊപ്പം കണ്ടാലറിയാവുന്ന 10 പ്രതികളെയും കേസിൽ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. KSU നേതാക്കളായ ആദിത്യനെയും ഗോകുലിനെയും മർദ്ദിച്ച കേസിൽ കണ്ടാലറിയാവുന്ന 4 SFI പ്രവർത്തകരെയുമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. മാള കൊരട്ടി പോലീസുകളാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഡിസോൺ കലോത്സവത്തിനിടെ ഇരുവിഭാഗം വിദ്യാർത്ഥി സംഘടനകൾ ചേരിതിരിഞ്ഞ് സംഘർഷത്തിൽ ഏർപ്പെട്ടത്. ഈ സംഘർഷത്തിനിടെ കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ചാണ് ആശിഷ് കൃഷ്ണനെ ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായത്. ഈ സംഭവത്തിൽ KSU നേതാക്കളടക്കമുള്ളവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഈ സംഘർഷത്തിനിടയിൽ ഈ ക്യാമ്പസിന് വെളിയിലേക്ക് സംഘർഷം വ്യാപിച്ചപ്പോൾ ഗോകുൽ ഗുരുവായൂരടക്കമുള്ള KSU നേതാക്കളെ സ്ഥലത്ത് നിന്ന് നീക്കാൻ പോലീസ് ഇടപെട്ടിരുന്നു. ഇവർ ഒരു ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ SFI പ്രവർത്തകർ കാറിൽ പിന്തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഇരുവിഭാഗത്തിന്റെയും പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. നേരത്തെ സംഭവത്തിൽ ഈ കോളേജിന് ബന്ധമില്ലെന്ന് കാട്ടി ഹോളി ഗ്രേസ് കോളേജ് പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഇരുവിഭാഗം വിദ്യാർത്ഥി സംഘടനകളുടെയും സംസ്ഥാന നേതൃത്വം പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ കൂടി ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത്. ലെവിൻ, എന്തായാലും ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. കേസ് എടുത്തതിന് ശേഷമുള്ള ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പ്രതികരണമൊക്കെ ഏത് രീതിയിലാണ്? സ്വാതി, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഇന്ന് ഉച്ചയ്ക്ക് സംസ്ഥാന നേതാക്കൾ SFI സംസ്ഥാന സെക്രട്ടറി PM അർഷോയും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറുമാണ് ഇതിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇരുവിഭാഗങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുകയാണ്. SFI നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ കലോത്സവം അലങ്കോലമാക്കാൻ നേരത്തെ തന്നെ ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് സംഘർഷം ഉണ്ടാക്കിയത്. ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു. ഈ സംഘർഷത്തിനിടയിലെ 10 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് KSU ആണ് അക്രമം ഉണ്ടാക്കിയതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു KSUവിന്റെ ആരോപണം. നേരെ മറിച്ച് SFI ഈ സംഘർഷത്തിലെ ഭാഗമായി പ്രതികരണം നടത്തിയത് ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു. SFI പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമമാണ് KSU MSF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് SFI നാളെ ക്യാമ്പസുകളിൽ പഠിപ്പുമുടക്കിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് SFI പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളവർമ്മ കോളേജിലെ KSU കൊടിതോരണങ്ങൾ അടക്കം കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു നിലയുണ്ടായി. സംഭവത്തിൽ ശരി ലെവിൻ, കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ KSU നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. SFI പ്രവർത്തകർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്.